ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പോയട്രി ടെസ്റ്റായ കാവ്യതാരയിലെ ഭിക്ഷുക് എന്ന കവിതയുടെ സാരാംശമാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭിക്ഷുക് എന്ന കവിത കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഭിക്ഷുകിന്റെ സാരാംശമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭിക്ഷുകിന്റെ സാരാംശം നോക്കാം. भिक्षुक कविता के आधार पर भिक्षुक का वर्णन अपने शब्दों में कीजिए. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് സെക്കൻഡ് ഇയർ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ച് കണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് എഴുതി കൊടുക്കേണ്ട ഉത്തരം ഈ രീതിയിലാണ്. ഭിക്ഷുക് നിരാലാജി की एक പ്രഗതിവാദി കവിത है. നിരാലാജിയുടെ പുരോഗമനാത്മകപരമായ ഒരു കവിതയാണ് ഭിക്ഷുക്. इसमें कवि ने एक भिखारी की हीनावस्था का वर्णन ശബ്ദചിത്ര खींच लिया है. ഈ കവിതയിലൂടെ ഒരു ഭിക്ഷക്കാരന്റെ ദയനീയ അവസ്ഥ വളരെ മർമ്മപ്രധാനമായ രൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. इस कविता के द्वारा कवि ने दीन एवं निर्धन वर्ग के प्रति अपनी സഹാനുഭൂതി പ്രകട് की है. ഈ കവിതയിലൂടെ കവി ദീനരും ദുഃഖിതരുമായിട്ടുള്ള ജനങ്ങളോട് കവിക്കുള്ള സഹാനുഭൂതി പ്രകടിപ്പിച്ചിരിക്കുന്നു. കവി ഭിക്കാരി का ശബ്ദചിത്ര खींचते हुए कहता है कि കവി ഒരു ഭിക്ഷക്കാരനെ ശബ്ദചിത്രത്തിലൂടെ ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നത് വഹ് ദീനത പ്രകട് കർത്താ ഹുവ പഥ് പർ ആതാ ഹെ. തന്റെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടവൻ വഴിയിലൂടെ നടന്നു വരുന്നു എന്നാണ്. ഗരീബി കെ കാരൻ ഉസ്കെ പേട്ട് ഔർ പീട്ട് മിൽക്കർ ഏക് ഹോ ഗയാ ഹെ. ദാരിദ്ര്യം കൊണ്ട് അവന്റെ മുതുകും വയറും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്നാണ്. ലാഠി കെ സഹാരെ വഹ് ചൽ രഹാ ഹെ. ഒരു ഊന്നുവടിയുടെ സഹായത്താലാണ് അവൻ നടന്നു നടന്നു നീങ്ങുന്നത്. ഭൂക്ക് മിഡാനേക്കു മുട്ടിഭർ അനാജ് കെ ലിയെ വഹ് അപ്നി ഫട്ടി പുരാനി ചൊലി കാ മുഹ് ഫൈലാത്താ ഹെ. വിശപ്പടക്കുന്നതിന് ഒരു പിടി ധാന്യത്തിന് വേണ്ടി തന്റെ കയ്യിലുള്ള കീറി പഴകിയ ഒരു സഞ്ചി വിതർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ നടന്നു വരുന്നത്. ഉസ് ഭിക്കാരി കെ സാത്ത് ദോ ബच्चे भी है. ആ ഭിക്ഷക്കാരനോടൊപ്പം രണ്ട് കുട്ടികളും കൂടിയുണ്ട്. വേ ബായം ഹാത്ത് സെ അപ്പനെ പേട്ട് മൽത്തെ ഹുയെ ദാഹിനെ ഹാത്ത് ദാനി ലോഗോം കി കൃപാദൃഷ്ടി കെ ലിയെ ഫൈലാത്തെ ഹെ. അവർ ഇടത് കൈകൊണ്ട് വയറ് തിരുമുകയും വലത് കൈ ദയവ് പ്രകടിപ്പിക്കുന്ന ആളുകളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് അവർ നടന്നു നീങ്ങുന്നു. ഉൻകെ ഹോണ്ട് ഭൂക്ക് സെ സൂഖ് ഗയേ ഹെ. അവരുടെ ചുണ്ടുകൾ വിശപ്പ് കൊണ്ട് വറ്റി വരണ്ടിരിക്കുന്നു. ദാനി ലോകോം സെ ഉനേം കുച്ച് ഭി നഹി മിൽത്ത. എന്നാൽ ധനികരായ ആളുകളിൽ നിന്ന് അവർക്കൊന്നും തന്നെ കിട്ടുന്നും ഇല്ല. വേ കേവൽ ആംസുവം കെ ഖുണ്ട് പീക്കർ രഹി ജാത്തെ ഹെ. അവർ കണ്ണുനീർ തുള്ളികൾ വലിച്ചു കുടിച്ച് മുന്നോട്ട് നീങ്ങുന്നു. കഭി വേ സടക്ക് പർ ഖടേ ഹോക്കർ ജൂട്ടെ പത്തലോം കോ ചാട്ടെ ഹെ. ചിലപ്പോഴെല്ലാം റോഡിൽ നിന്നിട്ട് അവിടെ കൂട്ടിയിരിക്കുന്ന എച്ചിലിലകൾ നക്കുന്നു. ഉസ് സമയ ഉനേം കുത്തോം സേ ഭി ലഡന പടുത്താ ഹെ. ആ സമയത്ത് പട്ടികളോടുപോലും അവർക്ക് മല്ലടിക്കേണ്ടി വരുന്നു. കാരണം പട്ടികളും ആ എച്ചിലില നക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. ഭിക്കാരി ബച്ചോം കി യഹ് ദയനീയ ദശ ദേഖ്കർ. ഭിക്ഷക്കാരന്റെ കുട്ടികളുടെ ദയനീയാവസ്ഥ കണ്ടിട്ട് കവി കാത്തെ ഹെ കി മേരെ പാസ് ഉൻകെ പ്രതി സഹാനുഭൂതി കാ അമൃത് ഹെ. എന്റെ അടുത്ത് അവർക്ക് സഹാനുഭൂതി നിറഞ്ഞ അമൃതമുണ്ട്. मैं उससे उनके हृदय को खींच लूंगा.
और उनके दुख को अपने हृदय में खींच लूंगा. ഞാൻ അവർക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് ആ അമൃത് നനച്ചു കൊടുക്കും. അവരുടെ ദുഃഖത്തെ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. जिससे वे अभिमन्यु के समान वीर और बहादुर हो सकोगे. അതിലൂടെ അവർ അഭിമന്യുവിനെ പോലെ വീരന്മാരായി തീരും. भिखारी के बच्चों को देखकर समाज के पूंजीपതി लोग तनिक भी नहीं पिघलते. ഭിക്ഷക്കാരന്റെ കുട്ടികളെ കണ്ടിട്ട് പോലും സമൂഹത്തിലെ ഉന്നതന്മാരുടെ ഹൃദയം അല്പം പോലും അലിയുന്നില്ല. കിന്തു കവി ഉൻപർ വീർ അഭിമന്യു की कल्पना करता है. എന്നാൽ കവി അവരിൽ വീരന്മാരായ അഭിമന്യുവിനെയാണ് സങ്കല്പിക്കുന്നത്. ഇസ് കൽപ്പന की पूर्ति के लिए ഈ സങ്കല്പം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി वो समाज के समस्त गरल को पान करने के लिए तैयार है. അദ്ദേഹം അഥവാ കവി സമൂഹത്തിലെ മുഴുവൻ ദുഃഖങ്ങളും സ്വീകരിക്കാൻ തയ്യാറാവുന്നു. निराला की एक कविता उनकी अनुभूति की सच्चाई को प्रदर्शित करती है. നിരാലാജിയുടെ ഈ കവിത അദ്ദേഹത്തിന്റെ അനുഭൂതിയുടെ യാഥാർത്ഥ്യമാണ് പ്രദർശിപ്പിക്കുന്നത്. ഭിക്ഷുക് का ശബ്ദചിത്ര ഖീഞ്ചത്തെ സമയം, ഭിക്ഷുക് എന്ന് പറയുന്ന ആ പദ്യം ഒരു ഭിക്ഷക്കാരനെ ശബ്ദത്തിലൂടെ ചിത്രീകരിച്ചുകൊണ്ട് വേ ഉസ്കി ഭൂക്ക് കെ മാധ്യം സേ അവരുടെ വിശപ്പിലൂടെ ഉസേ കുത്തേ കി ശ്രേണി മേം പഹുഞ്ചാത്തെ ഹെ അവരെ പട്ടിയുടെ അഥവാ പട്ടികളുടെ ശ്രേണിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. കവിതാക്കെ അന്തിമേം കവിതയുടെ അവസാനം ഭിക്കാരിയോं को यह दशा तक पहुंचाने वाले समाज के प्रति विद्रोह भाव लगाकर संघर्ष करने की പ്രേരണ वे देते हैं. കവിതയുടെ അവസാനം ഭിക്കാരിയോं को इस दशा तक ഭിക്ഷക്കാരെ ഈ അവസ്ഥ വരെ പഹുഞ്ചാനെ വാലെ എത്തിപ്പിക്കുന്ന സമാജിക്ക് പ്രതി ഈ സമൂഹത്തിനോട് വിദ്രോഹ ഭാവ ലഗാക്കർ ഒരു വിദ്രോഹഭാവം ഉണർത്തിച്ചുകൊണ്ട് അവരോട് എതിർപ്പ് ഭാവം ഉണ്ടാക്കിക്കൊണ്ട് സംഘർഷ് കർണയ്ക്ക് പ്രേരണ വേ ദേത്തെ ഹെ സംഘർഷം ചെയ്യുവാൻ അവരോട് നേരിടുവാനുള്ള ഒരു ആഹ്വാനമാണ് ഭിക്ഷുക് എന്ന് പറയുന്ന കവിതയിലൂടെ ശ്രീ സൂര്യകാന്ത് ത്രിപാഠി നിരാല വായനക്കാർക്ക് കൊടുക്കുന്നത്. ഇതാണ് ഭിക്ഷുക് എന്ന കവിതയുടെ സാരാംശം. ചോദിച്ചാലും ഭാവാർത്ഥം മൊത്തത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഇത്രയും പഠിച്ചാൽ ഉത്തരം എഴുതാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.